ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേയും, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചുരുളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ ശിഷ്യന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെടുന്നവരുടെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതകളുമാക്കി തീർക്കുവാനവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അഭിനന്ദനമാർക്ക് വേണ്ടിയുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഗീർവർഗീസിന്റെയും ശക്തിയേറിയ മാധ്യസ്ഥ വഴിയായി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെട്ടിട്ടുള്ള നിരവധിയായ കൃപകൾക്ക്, വൻകൃപകൾക്ക് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ കരങ്ങളിലേക്ക് അവരുടെ ശക്തിയേറിയ മാധ്യസ്ഥത്തിൻ്റെ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് ഉയർത്താം.
അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ പറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കരുതി നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൊടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ ദൈവം. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. സ്തുത്യർഹനം ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം.
ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഒന്നാം ലേഖനം 2-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനുഷ്യന് ദൈവത്തിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കുവാനും അവന് സാധിക്കുകയില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയുമില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് അറിഞ്ഞിരിക്കുന്നു. സത്യവും ജീവനുമായ തിരുവചനം, മാംസമായ വചനം, രക്ഷയേകും വചനം, പാപചങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം. പരിശുദ്ധ സുവിശേഷം വലിയ ജനകൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കുവാൻ വേണ്ട വക
തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചിലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കുവാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോട് കൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടുവാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറങ്ങിട്ട് പോയാൽ അതിന് എങ്ങനെ ഉറകൂട്ടും? മണ്ണിനോ വള്ളത്തിനോ അത് ഉപകരിക്കുകയില്ല. ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുമോ? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മറിയത്തിനും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികൾ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും തിരുനാൾ ആഘോഷിക്കുവാൻ നാം ഈ ദേവാലയത്തിൽ അണഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്? വിശുദ്ധരുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവർ ദൈവ തിരുമനസ് നിറവേറ്റി ജീവിച്ചു എന്നുള്ളതാണ്. നല്ല മൂല്യത്തിന് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി അവർ നിലകൊണ്ടു എന്നുള്ളതാണ്. നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളെയാണ് ലോകം ആദരിച്ചിട്ടുള്ളത്. ഇന്നും സഭ ആദരിക്കുന്നത് ഇപ്രകാരമുള്ള വ്യക്തികളെയാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുന്നത്. നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുമ്പോൾ, നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതെന്നും ഒരു ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ടൈറ്റാനിക് എന്ന് പറയുന്ന ആ കപ്പൽ ദുരന്തം നടന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. ടൈറ്റാനിക് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു കപ്പലായിരുന്നു. ലോകത്തിലെ അതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കപ്പലുകളിൽ ഏറ്റവും വലുതായ കപ്പൽ ടൈറ്റാനിക്. ഈ ടൈറ്റാനിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ ടൈറ്റാനിക് അതിന്റെ കന്യയാത്ര അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ നടത്തുമ്പോൾ ഇതാ ആ രാത്രിയിൽ ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഒരു മഞ്ഞുമലയിൽ തട്ടി അവിടെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കാണാത്തവരൊന്ന് കൈപോയി. ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപോയി. അതായിരിക്കും എളുപ്പം. 1, 2, 3, 4, 5 വളരെ ചുരുക്കം ആളുകൾ, ബാക്കി എല്ലാവരും കണ്ടതാണ്. മഞ്ഞുമലയിൽ തട്ടി ഈ ടൈറ്റാനിക് ആഴിയുടെ അഗാധത്തിലേക്ക് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവര് വിളിച്ചു പറഞ്ഞു, സാധിക്കുന്നവരൊക്കെ ലൈഫ് ബോട്ടുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുക, ഒരിക്കലും മുങ്ങുകയില്ല എന്ന് പറഞ്ഞ ആ കപ്പലില് ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ അതുകൊണ്ട് തന്നെ അവർ കരുതിയിരുന്നില്ല. ഉള്ള ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അവിടെയും മുൻഗണന സ്ത്രീകൾക്കും കുട്ടികൾക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന. കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളും കുട്ടികളും എത്രയും പെട്ടെന്ന് ഈ ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടുകൊള്ളുക. കേട്ട പടി കേൾക്കാത്ത പാതി. ഇതാ അവര് ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുകയാണ്. സ്വന്തം ജീവിത പങ്കാളികളെ, മക്കളെ പോലും മറന്നുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു സ്ത്രീ
സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സ്ത്രീ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന, ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുക. എന്നാൽ ഈ സ്ത്രീ ആ ജീവിത പങ്കാളിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിടാതെ നിൽക്കുകയാണ്. അപ്പോൾ കപ്പിത്താൻ അവളുടെ അടുത്ത് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പോൾ അവൾ അവളുടെ പേര് പറഞ്ഞു, എന്റെ പേര് മിസ്സിസ് സ്ട്രൗസ് എന്നാണ്. കപ്പിത്താൻ പറഞ്ഞു, മിസ്സിസ് സ്ട്രൗസ്, നിങ്ങൾ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുക. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ ജീവിത പങ്കാളിയെ വിട്ടിട്ട് ഞാൻ രക്ഷപ്പെടുകയില്ല. അത് അവൾ എടുത്ത തീരുമാനമായിരുന്നു. മിസ്സിസ് സ്ട്രൗസ് എടുത്ത തീരുമാനം, ഒരു നല്ല മൂല്യത്തിന് വേണ്ടി അവൾ അന്ന് നിലകൊണ്ട ആ നിമിഷം അവൾ പറഞ്ഞു, ഒരു ദിവസം ഒരു ദേവാലയത്തിൽ വെച്ച് ഞാൻ ഈ വ്യക്തി എന്റെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ വിട്ടുപിരിയുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. അത് അവളുടെ തീരുമാനമായിരുന്നു, മിസ്സിസ് സ്ട്രൗസിന്റെ തീരുമാനമായിരുന്നു. ആ കപ്പലില് അനേകായിരങ്ങൾ ഉണ്ടായിരുന്നു, അനേകം വ്യക്തികൾ ഉണ്ടായിരുന്നു. ചിലർ മുങ്ങി താണിട്ടുണ്ടാകാം, മറ്റു ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇവരുടെ പേരുകൾ ഒന്നും ഇന്ന് ഓർമ്മയിൽ നിലനിൽക്കുന്നില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ പേര്, ഒരു സ്ത്രീയുടെ പേര് ഇന്നും ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവൾ ഒരു മൂല്യത്തിനു വേണ്ടി നിലകൊണ്ടു എന്നതാണ്. ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവളുടെ ഓർമ്മ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൾ നന്മയെ ആശ്ലേഷിച്ചത് കൊണ്ടാണ്. ഇന്ന് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? നമുക്ക് നല്ലതെന്താണ്, തിന്മ എന്താണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. അത് വലിയൊരു പരാജയമായിട്ട് നമ്മൾ അവശേഷിച്ചിരിക്കുകയാണ്. ഏത് മൂല്യത്തിനാണ് കൂടുതൽ വില കൊടുക്കേണ്ടത് എന്ന് പലപ്പോഴും നാം മറന്നുപോകുന്നു. ഇത് വലിയൊരു പരാജയം തന്നെയാണ്. ഒത്തിരിയേറെ വേദപാഠം പഠിച്ചിട്ടും ഒത്തിരിയേറെ വചനപ്രഘോഷണം ശ്രമിച്ചിട്ടും എന്താണ് നല്ല മൂല്യങ്ങളെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്ത നമ്മുടെ അവസ്ഥ. കുറെ നാളുകൾക്ക് മുൻപ് ഒരു അപ്പനും അമ്മയും യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരൊരു പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നു. അവർ പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആ പള്ളിക്കകത്തേക്ക് കയറി പ്രാർത്ഥിച്ചു. കാരണം അത് അവരുടെ അവസാനത്തെ പ്രാർത്ഥനയാണ്. അവർ രണ്ടുപേരും പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ പള്ളിക്കകത്തേക്ക് കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ അച്ഛൻ, വികാരിയച്ഛന് ആ പള്ളിമുറ്റത്ത് നിൽക്കുന്നത് കണ്ടു. അച്ഛന്റെ അടുത്ത് നിന്നാൽ ഏതൊക്കെയാലും അവസാനത്തെ ഒരു തുരുമ്പ്, കച്ചത്തുരുമ്പ് എന്ന രീതിയിൽ ഇതാ ഇവര് അച്ഛന്റെ അടുത്ത് നിന്നിട്ട് അവര് പറയുക, എന്റെ അച്ഛ, ആകപ്പാടെ പ്രശ്നങ്ങൾ. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ ഇവര് പറയുക, എന്റെ മകള് താഴ്ന്ന ജാതിക്കാരനെ പ്രേമിച്ച് അവനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒളിച്ചോടി പോയ അച്ഛൻ. ഞങ്ങൾ സമ്പന്നമായ കുടുംബം, അന്തസ്സുള്ള കുടുംബം, ആഭിജാത്യമുള്ള കുടുംബം. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവനം ഒടുക്കുവാനായിട്ട്, ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇത് അങ്ങ് മലമുകളിലേക്ക് കാറുമായിട്ട് പോവുകയാണ്. പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. നോക്കുക, മൂല്യങ്ങള്, അത് ക്രൈസ്തവ മൂല്യങ്ങള്, യേശുവിന്റെ മൂല്യങ്ങള്, അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്, ലോകത്തിന്റെ മൂല്യങ്ങളല്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിനോടകെട്ട് പോയാൽ അതിനെന്താണ് പ്രയോജനം എന്ന് കർത്താവിന്റെ വചനം ഇന്നത്തെ സുവിശേഷം നമ്മൾ കേട്ടു. ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില്. അപ്പോൾ ഞങ്ങൾ ഈ ലൗകിക വിജ്ഞാനത്തെ അല്ല പ്രസംഗിക്കുന്നത്, മറിച്ച് യേശുക്രിസ്തുവാകുന്ന വിജ്ഞാനമാണ്. അത് യഹൂദർക്ക് ഇടർച്ച, വിജയാദികൾക്ക് ഭോഷത്വം. എങ്കിലും ഈ കുരിശിലാണ് രക്ഷ. ഇതാണ് ക്രൈസ്തവ മൂല്യം. അത് നമ്മൾ തിരിച്ചറിയുവാനായിട്ട് വൈകുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം എന്താ? അവർ ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുത്തു. അവരുടെ ജീവനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്.
അപ്പോൾ ജീവനേക്കാൾ വലിയത് ദൈവമാണ്. ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ അന്തസ്സിനെ കഴിഞ്ഞും അല്ലെങ്കിൽ നമ്മുടെ സൽപ്പേരിനേക്കാൾ വലിയത് നമ്മുടെ ജീവനാണ്. ആ തിരിച്ചറിവ് നമ്മൾ. എന്നാൽ ജീവനേക്കാൾ വലിയതാണ് ദൈവം. അപ്പൊ ഓരോന്നിനും ഓരോ ഗ്രേഡുണ്ട്. ജീവിതത്തില് നമുക്ക് അല്പമൊക്കെ വേദനകള്, ബുദ്ധിമുട്ടുകള് യേശുവിനെ പ്രതി സഹിച്ചുകൂടാ, ദൈവത്തെ പ്രതി സഹിച്ചുകൂടാ, എന്തുകൊണ്ട് സത്യത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. ഒത്തിരിയേറെ പ്രാവശ്യം നമ്മൾ ഇവിടെ ഈ ദേവാലയത്തില് പെരുന്നാള് സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്, വചന പ്രഘോഷങ്ങൾ കേട്ടിട്ടുണ്ട്, ധ്യാനത്തിന് പോയിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും നമ്മൾ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മറന്നു പോകുന്നു. തെറ്റായ മൂല്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ വില കൽപ്പിക്കുന്നു. ഇതിനെയാണ് ലോകത്തിന്റെ ചിന്താഗതി, ലൗകിക ചിന്ത എന്ന് പറയുക. ലൗകിക ചിന്തകളല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാകണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രരാണ്. നമ്മൾ ദൈവത്തിന്റെ പുത്രരും പുത്രിമാരുമാകാം. ദൈവാത്മാവിനെ നമുക്ക് നയിക്കപ്പെടാം. യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ടുള്ള വലിയ ശക്തി, ധൈര്യം കർത്താവേ എനിക്ക് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലിയിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധരുടെ മധ്യസ്ഥ ശക്തിയിലൂടെ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടി അനുഗ്രഹം നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. തെറ്റായ മൂല്യങ്ങൾ ആരെങ്കിലും ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ജയ് വിളിച്ച് പോകുവാനായിട്ടല്ല, മറിച്ച് നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് മിസ്സിസ് സ്ട്രൗസിനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, വിശുദ്ധ ഗീവർഗീസിനെ പോലെ നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തി കർത്താവേ എനിക്ക് തരണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് അല്പസമയം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഈ വചനത്തിന്റെ വെളിച്ചത്തില് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനായിട്ടും ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള വലിയ ശക്തി യാചിച്ചുകൊണ്ട്, നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കുമെന്ന കർത്താവിന്റെ വചനം ഓർത്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. എന്നിലുള്ള നന്മകൾ മാത്രമാണ് അനശ്വരമായിട്ട് നിലനിൽക്കുക. ആ നന്മയുടെ ഓർമ്മ ഇന്ന് നമ്മൾ ഈ തിരുനാളിലൂടെ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഗീവർഗീസിന്റെയും ഓർമ്മ ആചരിക്കുമ്പോൾ, അമ്മേ മാതാവേ, വിശുദ്ധ ഗീവർഗീസിനെ, മറ്റ് സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളിലുള്ള സ്വാർത്ഥതയെയും അഹങ്കാരത്തെയും തെറ്റായ ചിന്താഗതികളെയും എല്ലാം എടുത്തു മാറ്റണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങക്കാരുടെ ആദരവത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ
സർവശക്തനായ
തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെ കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. കൃപയാൽ ഈ പേരിൽ നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വാഗതത്തിൽ നിത്യജീവന് കാരണമാകട്ടെ. അമ്മ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ വലിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അമ്മ നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സമാധാനം ആശംസിക്കുവിൻ. അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടു കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീകളിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ചിന്തപ്പെടുന്ന പുതിയ മുറപ്പടി
പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു എല്ലാവരുടെയും പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ ദമ്പതിമാർക്ക് വേണ്ടിയും എല്ലാ യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയും എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നന്ദിയോടുകൂടി ഈ തിരുനാൾ നടത്തുന്ന ആഘോഷത്തിന് കുടുംബത്തിന് വേണ്ടിയും നിശ്ചിതനായി ഈ ദിനം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയൊന്ന് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനവുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും വലിയവരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. ഈശോയുടെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്കും പ്രിയപ്പെട്ട എല്ലാ ജീവിത ബന്ധ മേഖലകളിലേക്കും നമ്മുടെ എല്ലാ തൊഴിൽ മേഖലകളിലേക്കും പ്രവർത്തന രംഗങ്ങളിലേക്കും നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും എല്ലാ രോഗികളിലേക്കും വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാ മിത്രങ്ങളിലേക്കും സഹോദരങ്ങളിലേക്കും മാതാപിതാക്കളിലേക്കും അവിടുത്തെ ആത്മാവിന്റെ അനുഗ്രഹ വർഷങ്ങളും ഒഴുകിയിറങ്ങുവാനായിട്ട് ഈ നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയമാകുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് നമ്മുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാര്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നീ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സുരക്ഷനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്കാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
സംരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവേ, യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ജനങ്ങളെ വരുവിൻ, കർത്താവിന്റെ മരണത്തിന്റെ നോൽപ്പിന്റെ നിത്യസ്മാരകമായ മഹാരഹസ്യങ്ങളെ പ്രത്യാശപൂർവ്വം നമുക്ക് സമീപിക്കാം. മിശിഹായുടെ സ്വീകരണത്തിൽ ആറേമുക്കാലിന് സാധാരണ ഞായറാഴ്ചകളിൽ പള്ളിയില് വിശുദ്ധ കുർബാനയുള്ളതുപോലെ ഉണ്ടാകും. അതിനുശേഷം രണ്ടാമത്തെ കുർബാന 10 മണിക്കാണ് ആഘോഷമായിട്ടുള്ള കുർബാന. പ്രസംഗം, പ്രദക്ഷിണം. വൈകിട്ട് 7:30 മെഗാഷോ. എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുമുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം. So
സന്ധ്യയ്ക്ക് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ നോക്കുന്നുണ്ടാകുക.
കേരള എടുക്കണ്ടോ? കേൾക്കാണ്ടോ?